നിയമം കുറച്ച് അറിയാവുന്നതുകൊണ്ട് പറയുക, ഈ കളക്ടർമാർക്കൊക്കെ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സ്വന്തം മാന്യതയും സ്വകാര്യതയും കാത്തു സൂക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് എന്ന് കരുതി അവർക്ക് അവരുടേതായ ഒരു ജീവിതം ഇല്ലേ കുറുപ്പ് സാറേ? കളക്ടർ എന്ന് പറയുന്ന ഒരു യന്ത്രമൊന്നും അല്ലല്ലോ, മനുഷ്യൻ തന്നെ അല്ലേ? ആ വരണം മോളെ, അകത്തേക്ക് ഇരിക്കാം. ഇങ്ങോട്ടിരിക്കാം. ഇറ്റ്സ് ഓക്കെ, ബട്ട് എന്താ മോളെ? ആ ബെഞ്ചിലാകെ അഴുക്കാണല്ലോ അല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ശാന്തി രാവിലെ എല്ലാം തുടച്ചിട്ടാണല്ലോ. എനിഹൗ ഐ ഫീൽ സോ. ശരി, ഞാൻ ഒന്നുകൂടെ തുടച്ചേക്കാം. ശാലിനിയുടെ അച്ഛനല്ലേ? അതെ, മോൾ അറിയോ ശാലിനിയെ? പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ആഹാ. നീ എന്നെ എന്തോ വലിയ സംഭവം കാണിച്ചു തരുമെന്ന് പറഞ്ഞല്ലോ അന്ന് നമ്മൾ പിരിഞ്ഞത്. എന്നിട്ട് നീ എവിടെത്തി? അന്നത്തെ ഭക്തപൂജ്യത്തിനേക്കാൾ കുറെ കൂടി വലിയ പൂജ്യമായി. മതിയെങ്കിലേ, ഇത്രയും മതി. എനിക്ക് തൃപ്തിയായി. ഇനി അങ്കിളൊന്ന് മാറി നിന്നേ. മോക്ക് എന്താ വേണ്ടത്? തൽക്കാലം ഒരു ചായ മതി അങ്കിളെ. ഓ ഗോപാലകൃഷ്ണ, അവിടെ നിൽക്ക്. വയ്യാതിരിക്കുമ്പോ. അല്ല, സാറിനെ കൊണ്ട്. സാരമില്ല ഗോപാലകൃഷ്ണ, വീട്ടിലാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണ്ടേ? സാറേ, വീട്ടിലിതൊക്കെ തനിയെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാ സാറ് വല്ലപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങുന്നേ. ഇവിടെ വരുമ്പോഴും അത് തന്നെ അവസ്ഥയെന്ന് പറഞ്ഞ. ഓ, അത് സാരമില്ല. സാരമില്ലെങ്കിലേ, ശാലിനിയുടെ മാഷല്ലേ, ആ മാഷിന്റെ കൈ കൊണ്ടൊരു ചായ ഇട്ട് കുടിക്കുന്നതിനും ഒരു സുഖമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ജോലിക്കാരിയുണ്ട്, അവർക്ക് ഇവിടത്തെ ജോലിയേക്കാൾ കൂടുതൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളാ. അല്ല, കുറുപ്പ് സാറാ ശാലിനിയെ പഠിപ്പിച്ചെന്നൊക്കെ മോൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങളുടെ അക്കാദമിയിലൊക്കെ കുറുപ്പ് സാറ് ഫേമസ് അല്ലായിരുന്നോ? ഒരു ചായക്കടക്കാരിയുടെ മകളെ IAS എന്ന അഭിമാന നേട്ടത്തിലേക്ക് കൈ പിടിച്ചുയർത്തിയ സ്കൂൾ മാഷ്. ഈ ശാലിനിയുടെ ഒരു കാര്യം, ഇതൊക്കെ അവിടെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പൂവിരിഞ്ഞാൽ അത് നിൽക്കുന്ന മണ്ണും അതിനിട്ട വളവുമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ സാറേ? അപ്പൊ മോള് ശാലിനിയുടെ കൂടെ സിവിൽ സർവീസ് അക്കാദമിയിലൊക്കെ പഠിച്ചതാണോ? ആ, ഞാനും പഠിച്ചു. ഇപ്പൊ ഏത് ജില്ലയിലാ? ഇപ്പോ ഈ ജില്ലയിൽ തന്നെയാണ് സാറേ. സാറിപ്പോ ഈ ചായന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചില്ലേ, അതിവിടം വരെ എത്തിയെങ്കിലും അത് കുടിക്കാനും വേണം ഒരു യോഗം. ജീവിതത്തിൽ ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. മോളുടെ ജീവിതത്തില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അതിനെയൊക്കെ ധൈര്യപൂർവ്വം അതിജീവിക്കണമായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരാളാ ശാലിനിയെന്ന് മോൾക്ക് തോന്നിയിട്ടുണ്ടോ? ശാലിനിയുടെ ഒപ്പം മോള് പഠിച്ചിരുന്നതെന്നല്ലേ പറഞ്ഞത്? മോളുടെ പ്രശ്നങ്ങള് ശാലിനി മോളോട് പറഞ്ഞാലും മതിയായിരുന്നു, അവൾ അതിനൊരു പരിഹാരം കണ്ടെത്തിയനെ. ഇനി ഏതെങ്കിലും ആൾക്കാർ വഴിയുണ്ടായ പ്രശ്നമാണെങ്കിൽ അതിന് തിരിച്ചടി കൊടുക്കണം. അപ്പോ ശാലിനിയെ പഠിപ്പിച്ച മാഷിന്റെ അഭിപ്രായവും അങ്ങനെയാണ്. പിന്നല്ലാതെ. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം സാറേ. അതെന്തിനാ മോളെ ഇപ്പോ ചുമ്മാതൊരു അനുഗ്രഹം? ശാലിനിയെ പഠിപ്പിച്ച സാറല്ലേ, ചുമ്മാ തുറന്നിരിക്കട്ടെ. മോള് നന്നായി വരും. ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി നടക്കുമെന്ന് കൂടി പറയ് സാറേ. ഒക്കെ നടക്കട്ടെ. മതി സാറേ, തൃപ്തിയായി. ഈ കാഴ്ച കാണാൻ ശാലിനി കൂടെ ഇവിടെ വേണ്ടതായിരുന്നു. ഒരു
പാവം സ്കൂൾ മാഷിന്റെ അനുഗ്രഹത്തിന് അത്രയൊക്കെ പ്രാധാന്യം ഉണ്ടോ മോളെ? അതിന്റെ പ്രാധാന്യം സാറിന് അറിയാഞ്ഞിട്ടാ. മാഷന്മാരുടെ വാക്കുകളാ പലപ്പോഴും നമ്മളുടെ കാര്യങ്ങൾക്ക് വിളക്കാകുന്നത്. ഉദാഹരണത്തിന് സാർ ഇപ്പൊ പറഞ്ഞില്ലേ, ഏതെങ്കിലും ആൾക്കാര് നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തിരിച്ചടി കൊടുക്കണമെന്ന്. അതേപ്പറ്റിയൊന്നും ഞാൻ അത്ര സീരിയസ് ആയി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള അവസരമൊന്നും ഉണ്ടായില്ലെന്നുള്ളതാ സത്യം. എന്താ മോളെ ശരിക്കുള്ള പ്രശ്നം? ഞാനിപ്പോ ഒരു ചായയുടെ ഉദാഹരണം പറഞ്ഞില്ലെങ്കിലേ, എനിക്ക് കൊണ്ടുവന്ന് വെച്ച ചായ വേറൊരാളെടുത്ത് കുടിച്ചാൽ അവർക്കുള്ളത് ഞാൻ എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിലൊരു കുഴപ്പമില്ല മോളെ. അങ്കിളുടെ നാവിന്നത് കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. അല്ല, മോൾ ഇറങ്ങാണോ? ആ, അല്ല, ശാലിനിയെ കാണുന്നില്ലേ? അതിന് ശാലിനി ഇവിടെ ഇല്ലല്ലോ അങ്കിളെ. മോക്കറിയായിരുന്നോ? അവളെ ഞാൻ ഈ അടുത്തും കണ്ടിരുന്നു. പക്ഷേ അടുത്തടുത്ത നാടുകളിലാണെങ്കിലും അവളുടെ ചുറ്റുപാടുകളെ കുറിച്ച് ഒന്നും അറിയില്ല. ഒക്കെയൊന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. അല്ല, ശാലിനി വരുമ്പോ ആര് വന്നിരുന്നു എന്ന് പറയണം. പറഞ്ഞിരുന്നാ മതി. വരാൻ ഒരാളേ ഉള്ളൂ എന്നുള്ളത് അവൾക്കറിയാം. അയ്യോ, മോളുടെ അടുത്തുനിന്നൊക്കെ പണം വാങ്ങാന്ന് പറഞ്ഞ സാരമില്ലങ്ങളെ, ഇനി മുതൽ കടം വെക്കേണ്ടെന്നാ എന്റെ തീരുമാനം. ചെറിയൊരു അക്ഷരപ്പെശക് തോന്നുന്നില്ലേ ഗോപാലകൃഷ്ണ? ആ, എന്തൊക്കെയോ നിഗൂഢതകളുള്ള പോലെ. ഏയ്, സാറിന് വെറുതെ തോന്നുന്നതാ. അതൊരു പാവം കുട്ടി. അതിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഉള്ളിലിടക്കി വെച്ചിരിക്കുകയായിരിക്കും. മുത്തച്ഛന്റെ പൊന്നുമോളിങ്ങി വന്നേ. അവളൽപ്പം പിണക്കത്തില. ആ, അമ്മേ ഇവളെ കൂട്ടാൻ ചെന്നില്ലാന്ന്. അമ്മയുടെ തിരക്ക് ഇവക്ക് പറഞ്ഞാ മനസ്സിലാവൂ? അങ്കിളെ, ഇതാരുടെ കുട്ടിയാ? ഇതെന്റെ മോളുടെ കുഞ്ഞാ മോളെ. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മോളുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ 3 പെൺകുട്ടികളല്ലേ? ആ, 3 ആൾക്കും ഓരോ പെൺകുട്ടികളാ. 3 ആൾക്കെന്ന് പറഞ്ഞാൽ ഇതാരുടെ കുട്ടിയാ? വീണ്ടും ഒരിക്കൽ കൂടി കാണുമെന്നും പകവീട്ടുമെന്നും പറഞ്ഞപ്പോ അതെങ്ങനെയായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പറയങ്ങളെ, ഇതാരുടെ കുട്ടിയാ? ശാലിനിയുടെ മോളായവള് സത്യ. എന്റെ പൊന്നുമോളിങ് വന്നേ. My darling, sweetie. My God, I'm lucky, very lucky. കുട്ടി എന്തായി കാണിക്കുന്നത്? സാധാരണ കുട്ടികളെന്ന് പറഞ്ഞാ എനിക്ക് വെറുപ്പാ മാഷേ. അവരുടെ കരച്ചിലും വാശിപിടുത്തവും ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ്. പക്ഷെ ഇവള് എന്റെ ലൈഫാ. നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടിയ പോലെ എനിക്കിപ്പോ തോന്നുന്നത്. ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായനെ ഇത്. എ ബിഗ് ലോസ്.
ശാലിനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വട്ട പൂജയാണെന്ന്. ആ വട്ടപൂജ്യത്തിന് ഇപ്പൊ വിലയുണ്ടായിരിക്കുക. അത് ലക്ഷമോ കോടിയോ ഒന്നുമല്ല, ലക്ഷം കോടിയുടെ. എനിക്കാ വിലയുണ്ടാക്കി തന്നത് ആരാന്നറിയാമോ? ഇവള് മൈ സ്വീറ്റ് ഡാർലിംഗ്. ഞാൻ പറഞ്ഞില്ലേ ഗോപാലകൃഷ്ണൻ, എന്തോ കുഴപ്പമുണ്ടെന്ന്. അല്ല, ഇവക്ക് ഭ്രാന്താണോ ശാരദ? അവക്ക് ഭ്രാന്ത് തന്നെയാ ഗോപാലേട്ടാ. നമ്മുടെ ശാലിനി മോളുടെ ജീവിതം തകർക്കാനുള്ള ഭ്രാന്ത്. ഇവളാ ഗോപാലേട്ടാ നമ്മുടെ വിഷ്ണു മോനെ കല്യാണം കഴിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മധുശ്രീ. അമ്മേ, ദാ നീ സമ്പാദിച്ചത് നീ തന്നെ വെച്ചോ. സമ്പാദിച്ചത് നീയാണെങ്കിലും ഇപ്പൊ എന്റെ സ്വത്താ ഇവള്. മൈ ലൈഫ്. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി ഞാൻ ഇറങ്ങട്ടെ ശാലിനി. നീ വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്കിനിയും കാണാം, കാണേണ്ട രീതിയിൽ തന്നെ. വണ്ടി എടുത്ത് മാറ്റടോ. നീ ഇനി ഫുൾ റിവേഴ്സ് ഗിയറില ശാലിനി. മാധുശ്രീ ടോപ്പിലും. ദൈവം നമ്മുടെ കളിയുടെ കളം ഒന്ന് മാറ്റി. താങ്ക് ഗോഡ്. സത്യം ആരാന്ന് മധുശ്രീക്ക് മനസ്സിലായോ? അത് അച്ഛന്റെ നാവിന്ന് ആളറിയാതെ. അച്ഛനോ? ആരുടെ അച്ഛൻ? മോളെ, നിങ്ങളാണോ അച്ഛൻ? ആ വാക്കുച്ചരിക്കാൻ നാണോ ഇല്ലേ നിങ്ങൾക്ക്? ശാലിനി മോളെ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. ആൾക്കാർ കേൾക്കണം. മോളെ നീ ആൾക്കാർ കേൾക്കണമെന്ന്. മകൾ
മകളെ സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് സത്യമ്മയുടെ വീട്ടിൽ വിരട്ടം പോയപ്പോ എന്നെ പറ്റി ആലോചിച്ചോ? ഞാൻ ആരെന്ന് ഒരു നിമിഷം ചിന്തിച്ചോ? നീ എന്താ ജില്ലാ കളക്ടർ മാത്രമല്ല, ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാ ഞാൻ. ഞാൻ അമ്മായിയമ്മ വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കുടുംബ കോടതി ജഡ്ജിക്ക് മുന്നിൽ പോയി നിൽക്കേണ്ടത്. മകനെ കളക്ടറാക്കണമെന്നുള്ള വാശിയിലാണല്ലോ വേറൊരു ബന്ധം തേടി പോയത്. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ മുള പൊട്ടുന്നതിന് മുമ്പേ ആ പദവി എന്താണെന്നും അതിന്റെ അന്തസ് എന്താണെന്നും ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. ശാലിനി, എനിക്ക് പറയണോ അമ്മേ? അമ്മയും കൂടി പോയില്ലേ സത്യമ്മയുടെ വീട്ടിലേക്ക്? എന്നിട്ട് പെർഫോമൻസും കണ്ട് വായും പൂട്ടി നിന്നു. കാരണം എന്താ? ഞാനെന്റെ അധികാരം. ഇത്രയും നാൾ ഇവിടെ പെൺഭരണമായിരുന്നു അത്രേ. ആ അധികാരം പാട്ടാൻ അവകാശം ഉണ്ടാവണമെങ്കിലേ അത് നേരത്തെ ആലോചിക്കണമായിരുന്നു, വേറൊരു ബന്ധം തേടി പോകുന്നതിന് മുമ്പ്. ശാലി, ഇനി ഒരു അക്ഷരം ഇന്ത്യ കളക്ടറാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ. ശാരദാമ്മേ, അമ്മ വഴക്ക് പറയണ്ട ശാരദാമ്മേ. നാട്ടുകാർ നോക്കി നിൽക്കുന്നു. ആര് നോക്കി നിന്നാലും എനിക്ക് പറയാനുള്ളത് പറയണം അമ്മേ. അമ്മയുടെ കസേരയിട്ട് ഇരുത്തിയിട്ടുണ്ടല്ലോ ഈ ഹോട്ടലിന്റെ മാനേജറെ. എന്റെ ജീവിതം മുഴുവൻ നാശമാക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാ. ഇടി ശാലിനി, ഇടി, ആ നിൽക്കുന്ന രാമേട്ടൻ ഒരു അച്ഛനാ, 3 പെൺകുട്ടികളുടെ അച്ഛൻ. അതൊരു ഭാരമാണെന്ന് തോന്നി ആ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം സന്തോഷം തെരഞ്ഞു പോയിട്ടില്ല രാമേട്ടൻ. കുടുംബത്തെ പോറ്റാൻ ഈ പ്രായത്തിലും വളയം പിടിക്കുക രാമേട്ടൻ. ഇതൊക്കെ അച്ഛൻ കണ്ടു പഠിക്കും. മോളെ, നിങ്ങൾ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ദയവ് ചെയ്ത് എന്നെ അങ്ങനെ വിളിക്കരുത്. ദയവേത് എന്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു തരോ പ്ലീസ്. ശാലിനി, എന്തൊക്കെയായി പറഞ്ഞതെന്ന്. കുറുപ്പ് സാറിന് എന്നോട് ഒരു അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ദയവേതൊരു ഉപകാരം ചെയ്യണം. ഈ മനുഷ്യനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ പറയണം. അച്ഛന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു എന്നുള്ള പാപം കൂടി എനിക്ക് വേണ്ട. ഈ മനുഷ്യൻ അത് അർഹിക്കുന്നതാണെങ്കിലും ഒന്നുകൂടെ ആലോചിച്ചിട്ട്. കുറുപ്പ് സാറേ, 4:45 മിനിസ്റ്ററുടെ ഒരു മീറ്റിംഗ് ഉണ്ട് എനിക്ക്. എന്റെ അച്ഛൻ ചെയ്ത വീരകൃത്യം അറിഞ്ഞ് ഒന്ന് പ്രശംസിക്കാൻ വന്നതാ ഞാൻ. ഒന്നും അവസാനിക്കുന്നില്ല, തുടങ്ങുന്നേ ഉള്ളൂ എന്ന് ഇവിടെ എത്തിയപ്പോഴാ മനസ്സിലായത്. ഞാൻ ഇറങ്ങുക. ശാലിനി, ഞാൻ മടങ്ങി എത്തുമ്പോ ഈ മനുഷ്യൻ ഇവിടെ കാണരുത്. അമ്മയോടും കൂടിയാ പറയുന്നേ. മുത്തശ്ശൻ ഇറങ്ങിപ്പോവോ? വേണ്ട മുത്തശ്ശി പോവണ്ട. പോവണ്ട മുത്തശ്ശ, അമ്മ വെറുതെ പറഞ്ഞതാ. കുഞ്ഞിനകത്ത് കൊണ്ടുപോ ശാരദ. നാട്ടുകാർ നോക്കി നിൽക്കുന്ന ശാരദ, ഈ കുഞ്ഞിന്റെ കണ്ണീര് കൂടി വീഴുന്നത് അവര് കാണണ്ട. ഞാൻ കൊണ്ടുപോകാനാ പറഞ്ഞത്. നീ
നീ കൂടി എന്നെ അനുസരിക്കില്ലെന്ന് നാട്ടുകാരറിയണ്ട. ശാരദാമ്മേ, മുളവാ മുത്തശ്ശനോട് പോകണ്ടെന്ന് പറയ് ശാരദാമ്മേ. മുത്തശ്ശൻ പോയില്ല കേട്ടോ. പോയല്ലേ മുത്തശ്ശ, മുത്തശ്ശ പോയല്ലേ. കുട്ടികളില്ലാത്തതില് നിരാശ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോ തോന്നും കുട്ടികളില്ലാത്തതൊരു ഭാഗ്യമാണെന്ന്.